ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞൊരു ഇന്റർനാഷണൽ ട്രിപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഈ വീഡിയോ. ഓരോ സ്ഥലത്തും എത്ര രൂപ ചിലവാകുന്നുണ്ടെന്ന് ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. എയർപോർട്ടിന്റെ ഡിപ്പാച്ചർ ഗേറ്റിൽ നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളുടെ കണ്ണിലും ഒരു തുള്ളി കണ്ണുനീരുണ്ടാവും. ഈ ഒരു ഗേറ്റിനപ്പുറം വേറൊരു ലോകമാണ്, പ്രവാസത്തിന്റെ ലോകം. ട്രിപ്പ് പോകുന്നവരുടെ കാര്യമല്ല, അതല്ലാതെ ഒരു പ്രവാസ ജീവിതത്തിലോട്ട് കിടക്കുന്ന ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടോ. ഈ ഒരു ചില്ലുകൂട്ടിന്റെ വെളിയിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വിഷമത്തോടെ വിട പറഞ്ഞിട്ടില്ലേ. ബാക്ക് ടു നമ്മുടെ ടൂർ. തായ്ലൻഡിലോട്ടാണ് നമ്മുടെ ട്രിപ്പ്. ബാങ്കോക്ക് പട്ടായ എയർ ഏഷ്യയിലാണ് ടിക്കറ്റ് എടുത്ത്. എനിക്ക് ടിക്കറ്റിന് ചിലവായത് 16,000 രൂപയാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നേരത്തെ സ്കൈ സ്കാനറൊക്കെ യൂസ് ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടിലും കുറഞ്ഞ പൈസയിൽ ടിക്കറ്റ് കിട്ടുമായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് ഈ റേറ്റ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നത്. എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ഭയങ്കര കൺജസ്റ്റഡ് തന്നെയാണ്, കാല് വെക്കാൻ സ്ഥലമില്ല. എയർ ഏഷ്യയുടെ പ്രശ്നം അതാ, ബഡ്ജറ്റ് ആണല്ലോ നമ്മുടെ പ്രശ്നം. ബഡ്ജറ്റ് കൂടി കഴിഞ്ഞാൽ നല്ല ഫ്ലൈറ്റ് കിട്ടും, പക്ഷേ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയി കഴിഞ്ഞാൽ കാലൊക്കെ വേദനിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് മുതൽ കുറച്ച് ദിവസം തായ്ലൻഡ് സ്റ്റോറീസ് ആയിരിക്കും. അതിന്റെ ബഡ്ജറ്റും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ട്രിപ്പ് പോകാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഫോളോ മീ ഫോർ മോർ അപ്ഡേറ്റ്സ്.